ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ശീലമാണ് കേട്ടോ അത്. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നാൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കൽ. നമ്മളുടെ സൗന്ദര്യം നമ്മൾ വേണം ആസ്വദിക്കാൻ. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലാട്ടോ. കണ്ണാടിയിൽ കുറച്ചധികം നേരം നോക്കി നിന്ന് അങ്ങനെ സ്വയം അങ്ങ് സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് ഭയങ്കര കേട്ടോ. എനിക്ക് കുറച്ച് കാലമായിട്ടില്ലാതിരുന്ന ഒരു സംഭവമാണ് ഈ സെൽഫ് കോൺഫിഡൻസ്. ഇപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറിയിരിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് ഈ ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരുന്നൊരു സമയത്താണ് കേട്ടോ. നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം പോലും നമ്മൾ മാറ്റി വയ്ക്കുന്നില്ലല്ലോ. എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെയായിരിക്കും. അങ്ങനെ ഒരു സമയം മുതലാണ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക്. എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ കാലത്ത് നേരത്തെ എണീക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് ഞാൻ കാലത്ത് എണീറ്റിട്ട് കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരിക്കുക. അങ്ങനെ ഒരു പണിയും ചെയ്യുകയൊന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ് ഇപ്പോൾ. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയ പോലെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് എനിക്ക് എന്തെങ്കിലും കാണുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരുമായിരുന്നു. ഇപ്പോൾ ആ ദേഷ്യമൊക്കെ അങ്ങനെ കുറഞ്ഞ് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലൊരു തോന്നലുണ്ട് എനിക്ക്. പിന്നെ ഉറക്കം രാത്രി ഞാൻ നല്ല ലേറ്റായി കിടന്നിരുന്ന ആളാണ്. ഇപ്പം നേരത്തെ എണീക്കുന്ന കാരണം കുറച്ച് നേരത്തെ ഉറങ്ങാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേക്കും ഇതേ നമ്മുടെ കടലക്കറി വെക്കാനുള്ള സംഭവം, കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ കറി സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് വെച്ച് നോക്കണതാണ്. ഇത് ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണത് ആദ്യമായിട്ടാണ്. എന്തായാലും കടലക്കറി സൂപ്പറായിരുന്നു. തേങ്ങയൊന്നും അരയ്ക്കാതെ, കടല അങ്ങനെ അരച്ച് ചേർക്കൊന്നും ചെയ്യാതെ നല്ല കട്ടിയോട് കൂടിയിട്ട് തന്നെ കറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആര്യനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ കടലക്കറിയും പുട്ടുമാണ്. ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസവും ഈ പുട്ടും കടലക്കറി തന്നെയാവും. കടലക്കറി കഴിയുന്ന വരെ പുട്ട് തന്നെയാവും ഉണ്ടാക്കുക.